അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായി സംയോജിത ബോധവൽക്കരണ പരിപാടി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നു. 2 ദിവസത്തെ യോഗാ ബോധവൽക്കരണ പരിപാടി മുൻമന്ത്രി ആന്റണി രാജു ഉദ്ഘാടനം ചെയ്തു. രോഗിയിൽ നിന്നും യോഗയിലേക്ക് അതിവേഗം എത്താൻ യോഗ ഏത് പ്രായത്തിലായാലും പരിശീലിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ ആയുഷ് മിഷൻ സംസ്ഥാന പ്രോഗ്രാം മാനേജർ ഡോക്ടർ ജയ നാരായണൻ, സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ബി പളനിച്ചാമി, ഫീൽഡ് എക്സിബിഷൻ ഓഫീസർ ജൂണി ജേക്കബ്, കൗൺസിലർ CS സുജാദേവി എന്നിവരും സംബന്ധിച്ചു. ലക്ഷക്കണക്കിന് പരിപാടികൾ ലോകമെമ്പാടും സംവിധാനം ചെയ്തിരിക്കുകയാണ്. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും യോഗയുടെ പ്രസക്തിയെക്കുറിച്ചും ഒക്കെ തന്നെ ഇതിനകം ലോകമെമ്പാടും വലിയ ചർച്ച നടന്നിട്ടുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഇന്നും യോഗയെക്കുറിച്ച് അറിയാത്തവരും കേൾക്കാത്തവരും ശീലിക്കാത്തവരുമായ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ ഇന്ന് നമ്മുടെ രാജ്യത്തുമുണ്ട്, രാജ്യത്തിന് പുറത്തുമുണ്ട്.